പോവുകയാണ്. അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം എന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ മഹാപണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ ഹക്കം റളിയല്ലാഹു അൻഹു തന്റെ അഭിവന്യ നായകരായ അഭിവന്യ ഗുരുവായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നം കാണുകയാണ്. ഇമാം ശാഫിഈ തങ്ങൾ വഫാത്തായതിനു ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യൻ സ്വപ്നത്തിൽ കാണുകയാണ്. ചോദിച്ചു, ശൈഖ് അവറുകളെ, ഇമാം അവറുകളെ, നിങ്ങൾ അല്ലാഹുവിന്റെ ഹദറത്തിലേക്ക് യാത്രയായപ്പോൾ അല്ലാഹു നിങ്ങളെ എങ്ങനെയാ സ്വീകരിച്ചത്? ആഖിറ ലോകത്തേക്ക് പടച്ചവൻ നിങ്ങളെ സ്വീകരിച്ചത് എങ്ങനെയാ? നിങ്ങളെ നിങ്ങളോട് എങ്ങനെയാ പെരുമാറിയത്? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ സംതൃപ്തിയോടെ സുസ്മേരവദനരായി പ്രിയപ്പെട്ട ശിഷ്യനോട് പറഞ്ഞു, മോനെ, രാജാതിരാജനായ റബ്ബിന്റെ ഹദറത്തിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ അല്ലാഹു എന്നെ സ്വീകരിച്ചത് മഗ്ഫിറത്ത് കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ്, അറ്റമില്ലാത്ത റഹ്മത്ത് കൊണ്ട് പടച്ചവൻ എന്നെ സ്വീകരിച്ചു. എനിക്ക് സ്വർഗ്ഗത്തിൽ അല്ലാഹു ഇടം തന്നു. ആ സ്വർഗ്ഗത്തിലെ സ്വർണ്ണ നിർമ്മിതമായ സിംഹാസനത്തിൽ ഇരുത്തി കനക നിർമ്മിതമായ രത്നഖചിതമായ കിരീടം എന്റെ തലയിൽ വെച്ചിട്ട് രാജാതിരാജനായ റബ്ബെന്നെ ബഹുമാനിച്ചിരിക്കുന്നു. മോനെ, ശിഷ്യൻ ചോദിച്ചു, ഉസ്താദേ, ഇത്രയും വലിയ നന്മ അല്ലാഹു നിങ്ങൾക്ക് നൽകാൻ കാരണം എന്താണ്? വലിയ സ്ഥാനത്തേക്ക്, സ്വർഗ്ഗത്തിലെ ഉന്നതമായ ദറജയിലേക്ക് അല്ലാഹു നിങ്ങളെ ഉയർത്താൻ കാരണം എന്താ? ആ സമയത്ത് മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞ മറുപടി, ശാഫിഈ മദ്ഹബുകാരായ നമ്മൾ ഖൽബ് തുറന്നു കേൾക്കണമേ. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്? സ്വർഗ്ഗത്തില് തനിക്ക് അല്ലാഹു ഇത്രയും വലിയ സ്ഥാനം തരാൻ കാരണമായത് അദ്ദേഹം ഓരോ ദിവസവും ഓതിയ ഓരോ ഖത്മുകളല്ല. ശാഫിഈ തങ്ങൾ ഒരു ദിവസം ഒരു ഖത്മാണ് ഖുർആൻ ഓതിയിരുന്നത്. ഞാൻ മാറി പറഞ്ഞതല്ല, ഒരു ജുസ് അല്ല, ഒരു ഖത്തം ഓരോ ദിവസവും ഓതിയിരുന്ന ഇമാമുന ശാഫിഈ തങ്ങൾ. പരിശുദ്ധ റമളാനായി കഴിഞ്ഞാൽ ഓരോ ദിവസവും 2 ഖത്മുകൾ ഓതിയിരുന്ന മഹാൻ. രാത്രി മുഴുവൻ നമസ്കരിച്ച്, രാത്രിയിലെ ഭൂരിഭാഗം സമയവും നമസ്കരിച്ച് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് തേങ്ങിക്കരഞ്ഞിരുന്ന ലോകത്തിന്റെ നായകരായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് പറയുന്നത് കാണാം, ഞങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് കരയണമെന്ന് തോന്നിയാൽ പാതിരാത്രിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥനായ ഇമാമുന ശാഫിഈ തങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ കടന്നു വരും. ആ വീടിന്റെ കതകുകൾ അടക്കാറില്ല, അവിടെ ആരും ഉറങ്ങാറില്ല. ഉറങ്ങുന്നവർക്കല്ലേ വാതിലടക്കേണ്ടതുള്ളൂ. ആ വീട്ടിലേക്ക് ഞങ്ങൾ കടന്നു വന്നാൽ ലോകത്തിന്റെ ചക്രവാളങ്ങൾ മുഴുവനും അറിവുകൊണ്ട് നിറച്ച മഹാനായ പണ്ഡിതൻ നമസ്കാരത്തിലാണ്. ജനങ്ങൾ ഉറങ്ങുന്ന രാത്രിയിൽ നമസ്കാരത്തിലാ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാ. ആ ഖുർആനിന്റെ വിശാലമായ അനന്തമായ കടല് പോലെ പരന്നു കിടക്കുന്ന ആശയ തലങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തേങ്ങിക്കരയുന്നത് കാണുമ്പോ ഞങ്ങൾക്ക് കരയാതെ തിരിച്ചു പോവാൻ കഴിയാറില്ല. അത്രമേൽ രാത്രിയുടെ യാമങ്ങളെ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് പ്രഭാപൂരിതമാക്കിയ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ വഫാത്തിന് ശേഷം കാണുന്ന പ്രിയപ്പെട്ട ശിഷ്യനോട് അദ്ദേഹം പറയുന്ന മറുപടി ഇതാ, എനിക്ക് സ്വർഗം ലഭിക്കാൻ കാരണമായത് എന്റെ നിസ്കാരങ്ങളല്ല, ഞാൻ ഓതിയിരുന്ന പരിശുദ്ധ ഖുർആന്റെ നിരന്തരമായ പാരായണമല്ല, ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ നടത്തിയ നമസ്കാരമല്ല, ഞാൻ എഴുതി തീർത്ത അത്ഭുതകരമായ അറിവിന്റെ ഗ്രന്ഥങ്ങളല്ല, ഞാൻ പഠിപ്പിച്ചു വലുതാക്കിയ മഹാന്മാരായ പണ്ഡിതന്മാരല്ല, അറിവിന് വേണ്ടി ഞാൻ കൊടുത്ത സംഭാവനകളല്ല, ഞാൻ പടുത്തുയർത്തിയ അറിവിന്റെ സ്ഥാപനങ്ങളല്ല. എനിക്ക് അല്ലാഹു സ്വർഗ്ഗം തരാൻ കാരണമായത് ഒരൊറ്റ സ്വലാത്താണ്. ഒരൊറ്റ സ്വലാത്ത്, 1000 സ്വലാത്തല്ല, 1,00,000 സ്വലാത്തല്ല, ഒരൊറ്റ സ്വലാത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഞാൻ ചൊല്ലിയ ഒരു സ്വലാത്തുണ്ടല്ലോ, ആ ഒരൊറ്റ സ്വലാത്ത് കൊണ്ടാണ് ഈ മഹത്വം മുഴുവനും അല്ലാഹു എനിക്ക് തന്നത്. ആ സ്വലാത്ത് പിന്നീട് ലോകത്തറിയപ്പെട്ടത് സ്വലാത്തു ശാഫിഈ എന്നാണ്. അത് ശാഫിഈ ഇമാം ചരിത്രത്തിൽ